എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള റെസിപ്പിയാണ് ആക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് കഴുകിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ സൈസിലാണ് ഇതിലേക്കുള്ള ആവശ്യത്തിന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്കായി ഒരു ഉള്ളി ചേർക്കാനായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകാണ് ചേർക്കുന്നത്. അത് ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായതിന് ശേഷം 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒരു വാടിയ പോലെ ആകുമ്പോഴേക്കും അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉള്ളി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷമേ ഒന്ന് ഉള്ളി വാടിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് പൊത്തി വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നാമത് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.